he was like, he came to invite me for lunch. And I'm like, ഞാൻ പറയുന്നത് ഞാൻ വരുന്നു എന്ന് പറയുന്നു, എന്റെ രണ്ട് കണ്ണി കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കട്ടോ. ശരണം പേടിച്ചു, ഞാനും പേടിച്ചു. നമ്മളെ ഹരം കൊള്ളിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് പ്രധാനം ഞാൻ മഹേഷ് നാരായണൻ ഇപ്പൊ ചെയ്യുന്ന സിനിമ. SRFTയിൽ പഠിച്ച നമ്മുടെ ഏറ്റവും വലിയ സീനിയറാണ്. അത്രയും കമേഴ്ഷ്യൽ ഫിലിം നമ്മുടെ ഇടയിൽ എടുക്കുന്നത് SRFT പ്രൊഡക്ട്സ്. മലയാളത്തിൽ പ്രേക്ഷക ഓഡിയൻസ് വളരെ ബുദ്ധിമാന്മാരാണ്. അവർക്ക് നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. ആസിഫ് അലിയുടെ ഏറ്റവും വലിയ സിനിമ അതായിരിക്കും. ജോയിച്ചേട്ടൻ കേട്ട ഒരു സിനോപ്സിസ് കേട്ടപ്പോഴേ രസമുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ കോൺഫിഡൻസിലാണ് സുരാജേട്ടൻ്റെ അടുത്ത് പോകുന്നതും പിന്നെ അലൻ ചേട്ടൻ്റെ അടുത്ത്. ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവർ മൂന്നുപേരും ഒരേ സീനിൽ, ഒരേ സ്ക്രീനിൽ വരുന്നു, ഒരേ ഫ്രെയിമിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ശരണി കഥ പറയുമ്പോഴും ഇതെനിക്കൊരു അട്രാക്ഷൻ ഫാക്ടറായിട്ട് തോന്നി, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും എനിക്ക് തോന്നി. ബിക്കോസ് ഐ വാസ് ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത്. അങ്ങനെ മലയാളം സിനിമയിൽ അധികം ഇത്രയും പേര് ഒരുമിച്ച് അങ്ങനെ വരലില്ല. തീർച്ചയായിട്ടും നമ്മൾ റിവീൽ ചെയ്യാത്ത ഒന്ന് രണ്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർ കാണുന്നത് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ശരി. നാരായണീൻ്റെ 3 ആൺമക്കൾ ടീം ആണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രൊഡ്യൂസർ ജോബി ജോർജ്, ഡയറക്ടർ ശരൺ വേണുഗോപാൽ, ഗാർഗി ആനന്ദൻ, ഷെല്ലി. 4 പേർക്കും സ്വാഗതം. ശരൺ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ടീസർ വിട്ടിരിക്കുന്നത് അധികം റിവീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ഭയങ്കര പാക്ഡ് ആയിട്ടുള്ളൊരു ടീസറാണ് വിടുന്നത്. അത് തന്നെ സിനിമേനെ പറ്റി കൂടുതൽ നമുക്കൊരു ജോണർ സ്പെസിഫിക് ആയിട്ട് പറയാൻ തക്കവണ്ണ ഒരു സംഭവമില്ല. എന്താണ് ഈ സിനിമേൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. സിനിമയുടെ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ട് എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് എന്താ? ജോണർ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അതാണ് അതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത്. ഇപ്പം അഖിൽ പറഞ്ഞ ടീസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അത് വിട്ടത്. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു ടീസറാണത്. അപ്പം ഇനി അതിന്റെ ട്രെയിലർ ഇറങ്ങും, അതും ഒരുപാട് റിവീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും സിനിമ കണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാം. ചോദിച്ചേട്ടാ, ഈ 2024 മറ്റേ വിജയക്കൊടി പാറിക്കാന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു കിഷ്കിന്ധാകണ്ഡം ഏറ്റവും കൂടുതൽ, അതായത് ക്രിട്ടിക്കലി നോക്കുകയാണെങ്കിലും ഭയങ്കര മാസീവ് റെസ്പോൺസ് ആയിരുന്നു. തിയേറ്റർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിനുശേഷം 2025 ആദ്യ മാസം നാരായണീൻ്റെ 3 ആൺമക്കളായിട്ട് വരുന്നു. എന്താണ് ഈ പ്രതീക്ഷകൾ, എന്താണ് ഈ സിനിമയുടെ എക്സൈറ്റ്മെന്റ്? എന്താണ്? ക്രിട്ടിക്കലി വിജയക്കോടി പാറിപ്പിച്ചു എന്നങ്ങ് പറഞ്ഞ് 24 ഓക്കെയാണ്. 23 നമ്മൾ വിജയക്കൊടി പാറിപ്പിച്ചിരുന്നു. 22 നമ്മൾ വിജയക്കൊടി ഉണ്ടായിരുന്നു. 21 വിജയക്കൊടി ഉണ്ടായിരുന്നു. 20 വിജയക്കൊടി ഉണ്ടായിരുന്നു. 19 വിജയക്കൊടി ഉണ്ടായിരുന്നു. അപ്പോ 25 വിജയക്കൊടി. നല്ല സിനിമയാണ് നാരായണിയുടെ. നല്ല സിനിമയാകട്ടെ. എല്ലാ സിനിമകളും 2 മണിക്കൂറും ഒക്കെ ഉള്ള എല്ലാ ചെറുതും വലുതുമായ സിനിമകളെല്ലാം വലിയ സിനിമകളായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ചെറിയ സിനിമയോ വലിയ സിനിമയോ ഒന്നുമില്ല. എല്ലാം 2 മണിക്കൂറോ അതിനടുത്തോ ഒക്കെയുള്ള കഷ്ടപ്പാടിന്റെ 2 മണിക്കൂറുകളാണ്. അപ്പൊ ഈ സിനിമയും ഒരു നല്ല സിനിമയായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയ്ക്ക് അകത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിനിമയില് ഏറ്റവും നല്ല കുറെ കലാകാരന്മാരും കലാകാരികളും ഇന്ന് പുതിയൊരു അറിവ് എനിക്ക് കിട്ടി. സാധാരണ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ടർമാര്, കഴിഞ്ഞ സിനിമ ഡയറക്ടർമാരൊക്കെ, ഐ മീൻ ഇൻക്ലൂഡിങ് ദിൻജിത്ത് അയ്യത്താൻ, ഞങ്ങളെപ്പോഴും കുറെ പടത്തിന്റെ സമീപകാലത്തോ അവസാന കാലത്തോ എപ്പോഴെങ്കിലും ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കൂടാറുണ്ട്. നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ അവരുടെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ കിഷ്കിന്ധാകണ്ഡത്തിൽ ആരെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ്. പിന്നെ എന്റെ ഡബിങ് നടന്നത് ഗുഡ്വില്ലായിരുന്നു. അതിന്റെ കളറിങ് എല്ലാം അവിടെ ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും പോയി എനിക്കറിയാം.
എന്നാൽ നാരായണീന്റെ മൂന്നാൺമക്കളുടെ കാര്യത്തിൽ എനിക്ക് പലരെ കുറിച്ചും ഒരു ധാരണയുമില്ലായിരുന്നു. ഷെല്ലി തന്നെ ഞാൻ പണ്ട് ചെയ്ത ഒരു സിനിമയിൽ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതൊരു സൈഡിൽ കൂടെ അല്ല, സോറി, നെഗറ്റീവായിട്ട് ഞാൻ സൈഡിൽ കൂടെ പോയി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് സിനിമയാണ്. അപ്പൊ അന്ന് നമ്മൾ വേറൊരു പേരിലായിരുന്നു സിനിമ ചെയ്തത്. അത് കഴിഞ്ഞ് ജോയൽ ശ്രീലാബിന്റെ പേര് ചെയ്തു. ജോയൽ ശ്രീലാബിന്റെ കൂടെ പേരിൽ ചെയ്തപ്പോഴാണ് ബാങ്കോക്ക് സമ്മർ വന്നത്. ഉണ്ണി മോഹൻ സൃഷ്ടിക്കപ്പെട്ടു. അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ചില ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ഈ സിനിമയിൽ ഒത്തിരി കലാകാരന്മാരും കലാകാരിയും എന്ന് വെച്ചാൽ ഡ്രാമ സ്കൂളിൽ നിന്ന് വന്നവര്, ഡ്രാമ അതായത് നാടകത്തിലൂടെ വരുന്ന കുറെ ആളുകൾ, അവർക്കുള്ളൊരു ചടുലത, അവർക്കുള്ള ഒരു സ്വാഭാവികത, ആക്ടിങ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതേ രീതിയിൽ വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്കും സംവിധായകനും പ്രൊഡക്ഷൻ ഹൗസിനും ഗുണമുണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ടാകുമെന്നാണ് താങ്കൾ ആദ്യം സൂചിപ്പിച്ച ആ കൊടി നമുക്ക് പറത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഗാർഗി തിയേറ്റർ സ്പേസിൽ നിന്നാണല്ലോ വരുന്നത്. ഇപ്പം എനിക്കറിയാം ആക്ടിങ് വർക്ക്ഷോപ്സ് എടുക്കുന്നുണ്ട്, ആക്ടിങ് ട്രെയിനറായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ശരണിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണല്ലോ ഗാർഗി. കാരണം മുമ്പത്തെ ഷോർട്ട് ഫിലിമിനും ഗാർഗി പാർട്ടായിരുന്നു, നദിയ മൊയ്തുവിൻ്റെ കൂടെയുള്ള ഒരു പാതിര സ്വപ്നം പോലെ എന്നുള്ള. പിന്നീടാണ് ഇതിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ശരൺ ഈ ഷോർട്ട് ഫിലിം, ഈ സിനിമയെ പറ്റി അല്ല ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശരണിനെ പറ്റിയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ശരൺ സൈഡിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. ഷോർട്ട് ഫിലിം ടു ഫീച്ചർ എന്ന് വരുമ്പോൾ ശരണായിട്ടുള്ള ആസ് എ ഫിലിം മേക്കർ ഒക്കെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ? നേരത്തെ ഞാൻ ഈ ചോദ്യത്തിനൊരു ഉത്തരം പറഞ്ഞപ്പോ എന്റെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പാളിപ്പോയി. കറക്റ്റ് ആക്കാം ഞാൻ. അല്ല, ഈ ഷോർട്ട് ഫിലിം എന്ന് വന്നപ്പോ വി ഡിഡ്ന്റ് യൂസ് ടു ടോക്ക് മച്ച്. അപ്പൊ ഞാനും പ്രത്യേകിച്ച് ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ക്രൗഡ്സ്. Okay, so like first day shoot nu kare chala it's all crowded and I didn't talk much to anyone. എനിക്ക് തോന്നുന്നു അന്നൊരു ദിവസം ഞാനിന്ന് കരയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? Yeah, he was like, he came to invite me for lunch and I'm like, ഞാൻ പറയുന്നത് ഞാൻ വരുന്നു എന്ന് പറയുന്നു, എന്റെ രണ്ട് കണി കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കട്ടോ. ശരണം പേടിച്ചു, ഞാനും പേടിച്ചു. ഓക്കെ, പിന്നെ എന്നോട് സംസാരിക്കാനൊന്നും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം ചെറിയ ഒരു 7 ദിവസത്തിനുള്ളിൽ ചെയ്ത ഒരു സിനിമ, ഷോർട്ട് ഫിലിം. അതില് 4 ദിവസമേ കറിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. സോ ലൈക്ക് ഐ വാസ് നോട്ട് ഏബിൾ ടു ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ഹിം മച്ച്. പിന്നെ ഇതിലേക്ക് വന്നപ്പോഴേക്കും അപ്പൊ ഞാൻ ശരണിനോട് എപ്പോഴും പറയായിരുന്നു ലൈക്ക് ഐ കാൺ റീഡ് യു മാൻ, ലൈക്ക് എന്ത് പറയുമ്പോൾ ശരൺ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഗുഡ് സ്റ്റോൺ ഫേസ് ആയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഈ ചിരി ഉണ്ടാവും കേട്ടോ, മോശമാണ് പറയണെങ്കിൽ ഈ ചിരി ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് is he actually happy with the shot or is it because of the time limit? Is he saying that he is happy? So it's a bit difficult. It was a bit difficult to understand that. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓക്കെ ഇപ്പൊ പിടികിട്ടി തുടങ്ങി. But then it was like easy and I like he gives some specific time for rehearsals and I like that, especially coming from a theatre background. I love അതെ. സോ എനിക്ക് ആക്ച്വലി റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഐ ഓൾസോ ഗെറ്റ് ടൈം ടു ലൈക്ക് ഈ സാധനം എനിക്ക് വർക്ക് ഔട്ട് ആവുന്നില്ല, ഐ കെൻ ട്രൈ സംതിങ് എൽസ് വിത്തൗട്ട് വേസ്റ്റിംഗ് എവ്രി വൺസ് ടൈം. ഐ കെൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുത്ത് വർക്ക് ആയില്ല, റീടേക്ക് ലോട്ട്സ് ഓഫ് എഫേർട്ട് നോ. അപ്പോൾ ഐ ലൈക്ക് ദാറ്റ് പാർട്ട്. ആൻഡ് ഓൾസോ ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാ സീൻസും നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ എല്ലാം ഞങ്ങൾ റിഹേഴ്സ് ചെയ്യാൻ. ഞങ്ങളൊരു 2-3 ദിവസം അവിടെ നിന്നു ഫുൾ ഇതൊക്കെ റിഹേഴ്സ് ചെയ്തിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നത്. സോ ബാക്കി ക്യാരക്ടേഴ്സിന് ഓഡിഷൻ ചെയ്യുമ്പോഴൊക്കെ ഗാർഗി അവിടെ ഉണ്ട്, കൗണ്ടർ സീൻസ് ചെയ്യാനും. വൺസ് തോമസ് അതിന് ശേഷമാണ് വരുന്നത്. അപ്പൊ തോമസ് വന്നതിന് ശേഷം ഇവർ രണ്ടുപേരുള്ള സീൻസ് എല്ലാം നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിഹേഴ്സൽ വർക്ക്ഷോപ്പ് കൈൻഡ് സ്പേസ് ആണ്. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി വാട്ട് ഹി ഈസ് ട്രൈങ് ടു പോർട്രേ, സോ വാട്ട് വി കെൻ പുട്ട് ഇൻ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നേരത്തെ തന്നെ നമുക്കെല്ലാം ഉള്ളതുകൊണ്ട് ആൻഡ് ദർ വാസ് സം സ്പേസ്. സോ നമുക്ക് നേരത്തെ എല്ലാം കിട്ടുന്നത് കൊണ്ട് വി ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് ദ ക്യാരക്ടർ, ലൈക്ക് ഇങ്ങനെയാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ. സോ വി ക്യാൻ ഹാവ് ഡിസ്കഷൻസ് ആൻഡ് ബിൽഡ് ഓൺ ഇറ്റ്. സോ ദാറ്റ് സ്പേസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ശരി, ഇപ്പോൾ
മിന്നൽ മുരളി കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം സംസാരിക്കുന്നത് ഭാരത സർക്കാർ ഉൽപ്പന്നത്തിലൂടെയാണ്. ഇതിൽ വരുമ്പോൾ ഇപ്പോൾ തോമസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തോമസ് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ ട്രെയ്റ്റ്സ് എങ്ങനെയാണ്. തോമസിൻ്റെ മദറായിട്ടാണ് ശല്യ അഭിനയിക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാൻ പറ്റാവുന്ന, ഡയറക്ടർ സമ്മതിക്കുകയാണെങ്കിൽ പറയാൻ പറ്റാവുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കും? എൻ്റെ ക്യാരക്ടറിന്റെ പേര് നഫീസ എന്നാണ്. ആ എൻ്റെ ഹസ്ബൻഡാണ് ഇതിൽ സുരാജ് ഏട്ടൻ ഭാസ്കരൻ. അപ്പം നഫീസ ഭാസ്കരൻ ആ പേരിൽ തന്നെ ഒരു കമ്മ്യൂണൽ സാധനം ഉണ്ട്. അപ്പം ഇവര് ഇവിടുന്ന് പോവുകയാണ്, കല്യാണത്തോടു കൂടി പോയി. പിന്നെ എസ്ട്രേഞ്ച്ഡ് ആണ്, ഈ ഫാമിലിയായിട്ട് പിന്നെ ഒരു ബന്ധമില്ല. തിരികെ പിന്നെ ഒരു കാരണത്താൽ കുടുംബം വരികയാണ്. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളായി. ഇത്രയും നാളത്തെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വരികയാണ്. അതിൻ്റെ ഒരു ഇൻഹിബിഷനും ആൻറ്റിസിപ്പേഷനും ഒക്കെ ഈ നഫീസ എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ട്. ഹൗ ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ടേക്ക് അസ് എന്നുള്ളൊരു സാധനം. പിന്നെ അവിടെ ഉണ്ടാവുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് എനിക്ക് പറയാൻ പറ്റുക. ജോയിച്ചേട്ടാ, ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇതിൻ്റെ ടീസർ തന്നെ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് രോമാഞ്ചം കിഷ്കിന്ധകാണ്ഡം എന്നുള്ളൊരു മാർക്കറ്റിംഗ് ടൂൾ കൂടെയാണല്ലോ. അപ്പോൾ ആളുകൾക്ക് അത് കണക്ട് ആവുന്നത് ഓക്കെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മുമ്പ് വന്ന സിനിമകൾ ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഗുഡ് വിൽ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഗുഡ് വിൽ നിലനിർത്തിക്കൊണ്ട് അടുത്ത സിനിമയിലേക്കുള്ള പ്രതീക്ഷയും കൂടെ അതിനെയാണല്ലോ മാർക്കറ്റ് ചെയ്യുന്നത്, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ജോയി ചേട്ടൻ ഇപ്പോൾ ഈ കാലയളവിൽ കേൾക്കുന്ന സ്ക്രിപ്റ്റൊക്കെ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് നോക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റിനെ ജഡ്ജ് ചെയ്യുന്നൊരു പ്രോസസ്സും കൂടി ഉണ്ടല്ലോ. ഏത് ഘട്ടത്തിലാണ് ഓക്കെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിന് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിനെ തേടി എത്തുന്നു, ഏത് സമയത്തായിരിക്കും ഓക്കെ ഇത് നമുക്കൊരു പ്രൊജക്റ്റ് ആക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പ്രോസസ്സ് നടത്തും? നമ്മളെ ഹരം കൊള്ളിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് പ്രധാനം പറഞ്ഞ മഹേഷ് നാരായണൻ ഇപ്പൊ ചെയ്ത സിനിമ, അവിടെ വന്ന് എന്നെ കഥ പറഞ്ഞ് കേൾപ്പിച്ചതാണ്. ഞാൻ ചെയ്യാനുള്ള സിനിമയാണ്. എനിക്ക് ആ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഓരോ ഫ്രെയിം ടു ഫ്രെയിം എനിക്ക് കുളിര് പോരുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ എന്ന് പറയുന്ന പോലെ ചില സിനിമകൾ നമുക്ക് വല്ലാത്തൊരു ഒരു അനുഭൂതി നമുക്ക് തരും. കിഷ്കിന്ധകാണ്ഡത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്കതിനകത്ത് 1, 2, 3, 4 സീനുകളിൽ നമുക്കൊരു വല്ലാത്ത ഫീല് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് നിലപാടുകൾ അല്ല, ഈ കാണിക്കുന്ന ഫെമിനിസം അല്ല, ചില നിലപാടുകളുള്ള പെണ്ണുങ്ങളുണ്ട്, അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് വായിക്കുമ്പോഴേ നമുക്ക് ആ ക്യാരക്ടർ നമ്മുടെ കൂടെ പോരും, ആ പെണ്ണ് നമ്മുടെ കൂടെ വരികയാണ്, അവളുടെ ആ നിലപാടാണ് അറിയുന്നത്. എന്നാന്ന്, ഞാനൊരു യാത്രക്കാരിയല്ല, ഐ ഫീൽ ദറ്റ് ഐ ബിലോങ്സ് ടു ഹിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾക്ക് ടച്ച് ചെയ്യും ഇല്ലേ? അത് അതിനകത്ത് തന്നെ അതിനകത്ത് അടുത്തതായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ഈഗോകൾക്കും നമുക്ക് തടയിടാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പുപിള്ള പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിച്ച് കത്തിച്ചുകളാം. അതെന്തിനാ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് കത്തിച്ചുകളാം എന്ന് പറയുന്ന പോലെ ഓരോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ കഥ പറയാൻ കഴിവുള്ളവർ കഥ പറയുമ്പോൾ, എനിക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം വായിക്കുന്നതാണ്. വായിച്ചതിന് ശേഷം കഥ പറയുന്നതാണ് എനിക്കിഷ്ടം. മനസ്സിലായി? അപ്പൊ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതുണ്ടാവും, പിന്നെ അവരൊന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കേട്ട കഥകളൊക്കെയാണ് മറ്റുള്ളതൊക്കെ. എന്നാൽ രോമാഞ്ചവും നാരായണിയും അങ്ങനെയല്ല. രോമാഞ്ചം ഞാൻ കഴിഞ്ഞ സിനിമ ഞാൻ കാണുകയാണ് ചെയ്തത്. കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഇഷ്ടം, നമ്മളെ ചിരിപ്പിച്ചു. മനസ്സിലായോ? എന്നെ 2 കാര്യങ്ങൾ വല്ലാതെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, കല്യാണത്തിന് സമ്മാനം കൊണ്ട് ടോയ്ലറ്റ് പൊതിഞ്ഞു കൊണ്ട് കൊടുക്കുന്നത് നമ്മളെ വല്ലാതെ ചിരിപ്പിച്ചു. മനസ്സിലായി? അവനതേ പറ്റൂ. 2, അവര് ഒരു കാര്യമില്ലേലും രക്ഷപ്പെടുന്നെന്നും പറഞ്ഞ് അർജുന അശോകൻ ഓടുന്ന ഓട്ടമുണ്ട്, അത് നമ്മളെ വല്ലാതെ ചിരിപ്പിച്ചു. അതാണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. നമ്മുടെ ഓരോ പോയിന്റാണ് എന്ന് പറയുന്ന പോലെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഏരിയകളുണ്ട്. അതിപ്പോൾ കഴിഞ്ഞതിന് ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇത് കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനത്തെ ഹിറ്റ് റിലീസായിരുന്നു മാർക്കോ എന്നുള്ള സിനിമ.
മാർക്കോന്റെ പ്രൊഡ്യൂസർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി, നമ്മൾ ഇനി ഞാൻ നോക്കിക്കാണുന്നത് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ ഹൗസിനെ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു ഓഫീസ് സെറ്റപ്പ്, അവിടെ ആർക്ക് വേണമെങ്കിലും പോയി സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാം, അതിലൊരു 10 പേരടങ്ങുന്ന ഒരു സ്ക്രീനിങ് ഒരു ടീം ഉണ്ടാവും, അവർ സ്ക്രീൻ ചെയ്ത് എന്നിലേക്ക് വരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ രീതിയിലുള്ള പ്രോസസ്സ് അദ്ദേഹം പറയുന്നുണ്ടായി. ജോബി ചേട്ടൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഒരു സ്ക്രിപ്റ്റ് വന്നാൽ ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് കേൾക്കുന്ന രീതിയിലാണോ, എങ്ങനെയാണ് അതിന്റെ സ്ക്രീനിങ് വരുന്നത്? ഞങ്ങൾ ഭയങ്കര കോർപ്പറേറ്റ് ആണ് കൂടുതൽ, പക്ഷെ അങ്ങനെ 10 പേരെ കൊണ്ടൊന്നും കേൾപ്പിക്കുകയില്ല. ഞാൻ കേൾപ്പിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ കോർപ്പറേറ്റ് ആവും. ചുമ്മാ പറയുന്നതാണ്, അതിലൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സാർ, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടണം എന്നൊരു നിർബന്ധമില്ല. അദ്ദേഹം പറഞ്ഞൊരു വലിയ അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം മമ്മൂക്കയുടെ ഒപ്പം പോയ ആളാണ്. ഞാൻ നമ്മുടെ സുഹൃത്താണ് പുള്ളി. അത് അദ്ദേഹത്തിന്റെ വേർഷനാണ്. അതിന് നമുക്ക് അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പം ഷെല്ലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഷെല്ലിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് ഷെല്ലിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ പണം മുടക്കിയാൽ എന്റെ സമാധാനം പോകും. അതുകൊണ്ട് ആര് കേട്ടിട്ടും കാര്യമില്ല. ജോബി ജോർജ് തടത്തിൽ എന്ന് ഇപ്പോൾ സോഫാർ ജോബി ജോർജ് തടത്തിൽ എന്ന് പറയുന്ന ആളാണ് ഗുഡ്വില്ലിന്റെ മാനേജിംഗ് ഡയറക്ടർ, ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ഈസ് ഈക്വൽ ടു ജോബി ജോർജ് തടത്തിൽ. ഇപ്പൊ ജോബി ജോർജിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അവിടെ 4 ഷെഫുണ്ട്, അയാൾ കുക്ക് ചെയ്യുന്നത് ജോബി ജോർജിനോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റാക്കി പോന്നെ. അതുകൊണ്ട് എനിക്ക് എന്റെ രീതി എനിക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ചെക്ക് സൈൻ ചെയ്യുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലോകം എനിക്ക് വേണേൽ അവിടെ നിന്നൊന്നും നടക്കുകയില്ല. നാളെ ചിലപ്പം തിരിക്കും. എന്നറിയോ, നാളെ ഞാൻ മാറിക്കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മോളോ എൻ്റെ മോനോ ആരെങ്കിലും അവിടെ വന്നിരിക്കും. അപ്പൊ അവർക്ക് വേറെ സ്ട്രാറ്റജി കാണും. ആ സ്ട്രാറ്റജി നമ്മൾ സ്വാഗതം ചെയ്യും. ശരൺ, ഇപ്പോൾ ഈ ശരൺ പഠിച്ചിറങ്ങുന്ന ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൂടെയുണ്ട്. SRFT പോലുള്ള ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഇപ്പൊ 2024 കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗംഭീര സിനിമയായിട്ട് ഉള്ളൊടുക്ക് എന്ന് പറഞ്ഞൊരു ഗംഭീര സിനിമയായിട്ട് ക്രിസ്റ്റോ ടോംബി വരുന്നു. ക്രിസ്റ്റോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ 6 വർഷം SRFTയിൽ നിന്ന് പഠിച്ചിറങ്ങി നമ്മൾ ഇവിടുന്ന് ഒരു പ്രൊഡക്ഷൻ ബാക്കിംഗ് നോക്കുമ്പോൾ ഫ്രം സ്ക്രാച്ച്, അതായത് ഫ്രം സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഇവിടെ ഒരു രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ഇല്ല, ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ആ സാഹചര്യത്തിലാണ് ക്രിസ്റ്റോ പറയുന്നത് RSVP പോലുള്ള ഒരു പ്രൊഡക്ഷനെ ബോംബെയിൽ പോയിട്ട് അവിടുന്ന് ഒരു ബാക്കിംഗ് കിട്ടുന്നു എന്നൊക്കെ പറയുന്നത്. ഈ ശരണിനെ സംബന്ധിച്ച് ഇപ്പോൾ SRFT സിമിലർ ആണല്ലോ ഒരു ജേണി. SRFT എന്ന് പഠിക്കുന്നു, ഒരു കമേഴ്ഷ്യൽ സിനിമ ഓൺ ബോർഡ് ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു ഡിസൈൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എന്താണ് ഇതിന്റെ ഒരു സ്മൂത്ത് ആയിരുന്ന ഒരു ജേണി ആയിരുന്നു, ഭയങ്കര ഹേർഡിൽസ് ഒക്കെ നിറഞ്ഞ ഒരു ജേണി ആയിരുന്നു? ഒരിക്കലും അല്ല, ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ഇപ്പം ക്രിസ്റ്റോന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അത്രയും ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്ന വലിയ കാത്തിരിപ്പാണ്. അപ്പം അവിടെ ഇപ്പൊ പറഞ്ഞ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതിന്റെ ഒരു കുറെ ബാഗേജസ് ഉണ്ട് നമുക്ക്. ഒരു സ്ട്രീം ഓഫ് തോട്ട് ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മളൊരു പൊളിച്ചെഴുതി നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അഡാപ്റ്റിംഗ് പ്രോസസ്സ് എനിക്കും ഉണ്ടായിരുന്നു, ആ ജേർണി. പക്ഷെ അതിലൊരു രസമുണ്ട്, നമ്മള് എക്സ്പീരിയൻസസ് ആണല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ ഞാനും പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഏതൊരു ഇന്റർവ്യൂവിൽ, ഒരുപാട് ലേണിംഗ് ഉണ്ട്, ഒരുപാട് അൺലേണിംഗ് ഉണ്ട്. അപ്പം അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്. പൊതുവെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവല്ലോ, കമേഴ്ഷ്യൽ സിനിമ എടുക്കാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സിന് പറ്റുമോ എന്നുള്ള, അത് ഭയങ്കര കൺവെൻഷണൽ ആയ ഒരു തോട്ടാണ്. അത് ഒരിക്കലും അല്ല, കാരണം SRFTയിൽ പഠിച്ച നമ്മുടെ ഏറ്റവും വലിയ സീനിയറാണ്. അത്രയും കമേഴ്ഷ്യൽ ഫിലിം നമ്മുടെ ഇടയിൽ എടുക്കുന്നത് SRFT പ്രൊഡക്ട്സ് ആണ്. മാത്രമല്ല ഒരുപാട് പേരുണ്ട്, അതിനുശേഷം ഒരുപാട് പേരുണ്ട്. ക്രിസ്റ്റോന്റെ ഫിലിം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, തിയേറ്ററിൽ നല്ല വിജയമായിരുന്നു. അതിലൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗാർഗി ഈ നാരായണീന്റെ മൂന്നാം മക്കൾ സിനിമയ്ക്ക് മുന്നേ ഗാർഗി അറിയപ്പെട്ടത് ഈ റൺ കല്യാണി റണ്ണിലൂടെ അവാർഡ് വിൻ ചെയ്യുന്നു എന്നുള്ള, അത് ഓക്കെ, അതിലൂടെ ആയിരുന്നു ഭയങ്കര ഇതാണ്. ഇപ്പൊ ആദ്യം സംസാരിച്ച പോലെ ഇപ്പൊ തിയേറ്റർ സ്പേസ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഇത് എല്ലാ സിനിമകൾക്കും ഇത് പോസിബിൾ ആവണം എന്നുള്ളൊരു സംഗതി ഇല്ലല്ലോ. നമുക്കിപ്പോൾ ഭയങ്കര വലിയൊരു പ്രൊഡക്ഷൻ ബാക്കപ്പ് ഉള്ളൊരു സിനിമയാണെങ്കിൽ നമുക്ക് ഈ റിഹേഴ്സൽ ബാക്കപ്പോ ഇന്നോ ഉള്ളൊരു പ്രോസസ്സ് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ലല്ലോ. എങ്ങനെയാണ് ഈ സിനിമ തിയേറ്റർ സ്പേസ് രണ്ടും കാണുന്നത്? ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ ഒരു ആക്ടറിന് പ്രിപ്പയർഡ് ആവണോ? ഈ രീതിയിലുള്ള സംഗതികൾ എങ്ങനെയാണെന്ന്? രണ്ട് ഡിഫറെന്റ് മീഡിയത്തിന്റെ ഒരു യൂസ് ടു ആവാനുള്ള ഒരു വ്യത്യാസം എടുക്കും. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ലൈക്ക് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നില്ല യൂസ് ടു ആവല്. ബിക്കോസ്
വി നീഡ് ടു, ഇപ്പം ഒരു ഫിലിം ആക്ടർ വന്ന് തിയേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാലും അഡാപ്റ്റ് ആവേണ്ടി വരുമല്ലോ. മെയിൻലി തിയേറ്ററിലാണെങ്കിൽ സ്റ്റാർട്ട് ടു എൻഡ് യു ക്യാൻ ഗെറ്റ് ദി ഇമോഷണൽ ജേർണി അറ്റ് എ സ്ട്രെച്ച്. ബട്ട് ഇൻ സിനിമ ദാറ്റ്സ് നോട്ട് പോസിബിൾ. എവിടെ നിന്ന് എപ്പോൾ ഷൂട്ട് ചെയ്യുന്നു വി ഡോണ്ട് നോ. പിന്നെ ദ ഷോട്ട്, സൈസ് ഓഫ് ദ ഷോട്ട്, തിയേറ്ററിൽ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് എനിത്തിങ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ലൈറ്റിംഗ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തിയേറ്ററിലും ആ ഒരു ഫോക്കസ്, ലൈക്ക് ഹൗ ടു ക്യാച്ച് ദ ലൈറ്റ് എന്നുള്ളത് വി ഹാവ് ടു ബി ഓൾവേസ് കോൺഷ്യസ് ഓഫ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഈ ഷോട്ടിൻ്റെ സൈസ് വയ്ക്കുമ്പോൾ ഹൗ ടു ഡു ദാറ്റ് വിത്ത് ജസ്റ്റ് ദാറ്റ് മച്ച് പോർഷൻ ഓഫ് ദ ബോഡി എന്നൊക്കെ ഉള്ളൊരു ഒരു കാൽക്കുലേഷൻ ഡിഫറൻസ്, ദാറ്റ്സ് ഓൾ. അതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ എന്ന് തോന്നുന്നു. ജോയിച്ചേട്ടാ, ഈ കിഷ്കിന്ധാകാന്ഡം കണക്ട് ചെയ്ത് അല്ല, അതിൻ്റെ ഒരു അപ്രോച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഓണത്തിന് ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ മൂഡുള്ള സിനിമകൾ മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ളൊരു കൺവെൻഷണൽ ചിന്താഗതി ഉണ്ടല്ലോ. അത് ഭയങ്കര ഇവന്റ് ജനറിക്കായ സിനിമകൾ അതിനെ പൊളിച്ചെഴുതിയതാണല്ലോ ഈ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ റിസപ്ഷൻ എന്നുള്ളത്. കാരണം വേർഡ് ഓഫ് മൗത്തിലാണ് അത് പോയത്. ഇത് കണക്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, ഓക്കെ അത് നല്ല സിനിമയായിരുന്നു, പക്ഷേ റിലീസ് ഡേറ്റ് കുറച്ച് ആ സമയത്ത് റിലീസ് ചെയ്യേണ്ടിയിരുന്നില്ല, വേറൊരു സമയത്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് ആകുമായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പല സിനിമകളെ പറ്റി കമൻറ്റ് പാസ്സാക്കുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിനും ഇതേ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, ഈ ഓണത്തിന് റിലീസ് ചെയ്താൽ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് റിസപ്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. എന്തായിരിക്കും അങ്ങനെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം? തീരുമാനത്തിൽ ഉറച്ചു വെക്കാനുള്ള കാരണം മെയിൻ കാരണം ഒന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, മലയാളത്തിലെ പ്രേക്ഷക ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാന്മാരാണ്. അവർക്ക് നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഒന്നാമത്തെ കേസ്. ഞാൻ എത്ര ഫെസ്റ്റിവൽ സമയത്തും, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ പടങ്ങൾ മാത്രം കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു കോൺട്രവേഴ്സി വരത്തില്ലല്ലോ. ഞാനൊരു ക്രിസ്മസ് കാലത്ത് ദയവായി നിങ്ങൾ എന്ത് പറയുന്നു പറഞ്ഞാലും പ്രൊഡ്യൂസറെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സാർ. പ്രൊഡ്യൂസർ പറയുന്നതിനകത്ത് ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനുള്ളൊരു ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സാധനം, ഒരു എലമെന്റ് ഉണ്ട് അവിടെ. രണ്ട് തരത്തിലാണ്. നമ്മൾ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്നത് മാടമ്പിയാണ്, തെമ്മാടി എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. എന്ന് പറയുന്നത് നമ്മൾ അവരെ ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു പോയിന്റ് പറഞ്ഞാൽ, ഞാനൊരു സിനിമ, ഒരു വലിയൊരു ഡയറക്ടറുടെ സിനിമ, ഒരു അന്നത്തെ ഒരു ഹിറ്റ് ഡയറക്ടർ സിനിമ ഇറക്കിയുണ്ടായി. ഏറ്റവും കത്തി നിൽക്കുന്നതാണ് ആ നടി ആ സമയത്ത്. അപ്പൊ അതിനകത്ത് കുറച്ച് ക്രിസ്മസ് സീനുള്ളത് കൊണ്ട് ആ സിനിമ ക്രിസ്മസ് സീസൺ ഇറക്കണം എന്ന് പറഞ്ഞ് വെക്കേഷൻ ടൈമിൽ ആ പടം ഇറക്കി. ഞാൻ ആ ഡയറക്ടറോട് പറഞ്ഞു, മോനെ ദയവായി നീ അത് ഒന്ന് കട്ട് ചെയ്യ്, അത് ചില പ്രശ്നങ്ങളുണ്ട് ആ പടത്തിൽ. മനസ്സിലായോ? അപ്പൊ നമ്മൾ രണ്ട് രീതി, നമുക്ക് അടി കൂടി ഇത് ആ മാധുര്യം ഒരു സാർ നിങ്ങളെ ഇപ്പൊ ഞാൻ കണ്ടു, ഞാൻ വേറൊരു കഥ ഇപ്പൊ പറഞ്ഞല്ലോ വന്നപ്പോ പറയേണ്ടാത്ത കാര്യം. അന്ന് അത് നടന്നിരുന്നെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഒരു റീച്ച്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ചിലത് അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ സിനിമ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ ഞങ്ങൾ ക്രിസ്മസിന് ആ പടം ഇറക്കി. ആ പടം ഓടിയില്ല. അന്ന് അത്രയും വലിയ നടിയുള്ളപ്പോൾ അത് ഓടണ്ടായിരുന്നു. ജോ ആൻഡ് ദ ബോയ് എന്ന സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമയാണ്. അന്ന് മഞ്ജു വാര്യർ കത്തി നിൽക്കുകയാണ് എന്ന് പറയുന്ന പോലെ നല്ല സിനിമയാണെങ്കിൽ ഏത് സമയത്തും പടം ഓടും. ചള്ള സിനിമ നിങ്ങൾ ഇനി എപ്പോൾ കൊണ്ടിറക്കിയാലും പടം ഓടില്ല. അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിൻ്റെ ഇതാണ്. ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ ഈ സിനിമ വായിച്ചു ഞങ്ങളെല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് മ്യൂസിക് ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുക. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് പുറകിലെ, എൻ്റെ അമ്മയും പെമ്മക്കളും ഭാര്യ ഇരുന്ന് കാണുമോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് എൻ്റെ അമ്മ കരയുന്നുണ്ട്. എൻ്റെ മോളിങ്ങനെ, അവൾ എയ്റോസ്പേസും ഒക്കെ ശ്രമിക്കുന്നവൾ ഇങ്ങനെ ഇരുന്ന് അവിടെ ടെൻസ്ഡ് ആവുകയാണ്. എടോ, ഇവരെ പോലെ തന്നെയല്ലേ മറ്റുള്ള ഓഡിയൻസും. ഇവർക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്കും ജനങ്ങൾക്കും ഫീൽ ചെയ്യല്ലേ. ഇതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പിന്നെ രണ്ടാമത് ഒരു പോയിന്റിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് എല്ലാവരും വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. ഭയങ്കര തങ്കപ്പെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ അങ്ങനെ അവരുടെ അവസാനം എന്നോട് ബാഹുലും ദിൻജിത്തും ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ചെറിയ പേടിയാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ സിനിമ ഓടും എന്ന് പറഞ്ഞു. അത് എൻ്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് പറയുന്നതല്ല, എന്റെ കഴിവൊന്നുമല്ല. ഇനി
ഇനി അഥവാ ഈ സിനിമ വീടരുതെങ്കിലുണ്ടല്ലോ, ഈ നല്ലതെന്ന് പറഞ്ഞത് ഇഞ്ചത്തും ബാഗിലും ആദ്യം പറയുന്നതായിരിക്കും അറിയോ, ജോബി ചേട്ടൻ റോങ് ഡിസിഷൻ കാരണമാണെന്ന് പറയും. അത് ഞാൻ ആ ഏറ്റെടുക്കാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അത്രയും വിജയമുണ്ടായത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ തള്ളാനൊന്നും അല്ല, ആസിഫ് അലിയുടെ ഏറ്റവും വലിയ സിനിമ അതായിരിക്കും. ഇനി അതിനെ മറിക്കാൻ ഒരു സിനിമ വരേണ്ടിയിരിക്കുന്നു. ഈ നാരായണീൻ്റെ മൂന്നാൺമക്കളില് ഇപ്പൊ നമുക്ക് ഏറ്റവും പേഴ്സണൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി ഈ മൂന്ന് ആൺമക്കളുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അലൻസിയർ, സുരാജ് ഏട്ടൻ, ജോജു ജോർജ് എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടേഴ്സ് തന്നെ ഈ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ചൊരു വെർബൽ പ്ലേ എന്നുള്ള രീതിയിൽ കൂടെ, കാരണം ഒരു ഡ്രാമയാണ് കൈകാര്യം ചെയ്യുന്നത്, ഒരു വെർബൽ പ്ലേ എന്നുള്ള രീതിയിൽ കൂടെ പോകുന്നു. സീൻ കൺസ്ട്രക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് നടക്കുന്നത്. ഈ കോമ്പിനേഷൻ വർക്ക് ആവണമെന്ന് ഭയങ്കര ക്രൂഷ്യൽ ഡിസിഷൻ ആണല്ലോ. ഈ കാസ്റ്റിങ്ങിൽ ഈ ഡിസിഷൻ എടുക്കുന്നത് പോയിന്റ് എങ്ങനെ? ഫസ്റ്റ് തോട്ടിലൊക്കെ തന്നെ ഈ മൂന്നുപേരും ലോക്കായിരുന്നു. അതായത് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ മൂന്നുപേരുടെയും ഫേസ് മനസ്സിൽ കയറി പറ്റിയിരുന്നു. ആ സമയത്ത് പക്ഷെ നമ്മൾ എഴുതുമ്പം അറിയാമല്ലോ, ഇപ്പൊ അഖിൽ എഴുതുന്ന ഒരാളാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ഫേസസ് നമ്മൾ കണക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവരുടെ ഫേസസ് മനസ്സിൽ കയറി കൂടിയിരുന്നു. പക്ഷെ അപ്പം അതിനെ സീരിയസ് ആയിട്ട് പെർസീവ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു ഫോർ എ റൈറ്റേഴ്സ് സേക്ക് എന്നുള്ള രീതിയിലായിരുന്നു അതിനെ ഹോൾഡ് ഓൺ ചെയ്തിരുന്നത്. പക്ഷേ വൺസ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പം പോയി ഒന്ന് സംസാരിച്ച് നോക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ആദ്യം ജോയിച്ചേട്ടൻ്റെ അടുത്താണ് പോയത്. അപ്പം ജോയിച്ചേട്ടൻ കേട്ട് ഒരു സിനോപ്സിസ് കേട്ടപ്പോഴേ രസമുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ കോൺഫിഡൻസിലാണ് സുരാജേട്ടൻ്റെ അടുത്ത് പോകുന്നതും പിന്നെ അലൻ ചേട്ടൻ്റെ അടുത്ത്. പറഞ്ഞ പോലെ ഒരു വെർബൽ പ്ലേ ഉണ്ട് ഇതില്. സീൻ കൺസ്ട്രക്ഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയ ഒരു ഫിലിമാണ്. ശരിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ കോമ്പിനേഷൻ എങ്ങനെയാ? ഈ പറഞ്ഞ പോലെ വെർബൽ പ്ലേ എന്നുള്ള രീതിയിൽ സുരാജേട്ടനാണല്ലോ ഹസ്ബൻഡായിട്ട് വരുന്നത്. ഈ കോമ്പിനേഷനും ഇവര് തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് എങ്ങനെയാ? ഇതിന്റെ ഒരു അട്രാക്ടിങ് ഫാക്ടറും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, USP ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ മൂന്നാൺമക്കൾ അതിൽ ഇവരുടെ ഈ മൂന്ന് ആക്ടേഴ്സിന്റെയും ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവർ മൂന്നുപേരും ഒരേ സ്ക്രീനിൽ വരുന്നു, ഒരേ ഫ്രെയിമിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ശരണി കഥ പറയുമ്പോഴും ഇതെനിക്കൊരു അട്രാക്ഷൻ ഫാക്ടറായിട്ട് തോന്നി, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും എനിക്ക് തോന്നി. ബിക്കോസ് ഐ വാസ് ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത്. അങ്ങനെ മലയാളം സിനിമയിൽ അധികം ഇത്രയും പേര് ഒരുമിച്ച് അങ്ങനെ വരലില്ല, അങ്ങനെ വളരെ ചുരുക്കമാണ് അങ്ങനെ വരുന്ന ഫിലിംസ്. അപ്പോ അതൊന്ന് അതിന്റെ ഒരു കെമിസ്ട്രി എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് കണ്ടാൽ തന്നെ, അത് തിയേറ്ററിൽ കണ്ടാൽ തന്നെ അറിയണം, കണ്ടു തന്നെ അറിയണം. അതൊക്കെ ഡയറക്ടറുടെ ഒരു കഴിവ് തന്നെയാണ്. ഷെല്ലി ഞാനതിനകത്ത് പറയുന്നതിനകത്ത് അതിനകത്ത് നിങ്ങളിപ്പം തോമാസിന്റെ ഇതിന് നല്ല, നമ്മൾ വേറൊരു ഷെയ്ഡ് പറയുമ്പോഴും നല്ല കാര്യങ്ങൾ പറയണല്ലോ. എനിക്ക് ഈ തോമസിനെ ഇഷ്ടം. ഇപ്പൊ വന്ന തോമസിനെ കാലം സുന്ദരൻ ഈ തോമസ് അല്ലേ? ആ മുഖത്ത് കാണുന്ന ആ ചുണ്ട് കണ്ട് കാണിക്കുന്ന നിഷ്കളങ്കതയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഡയറക്ടറുടെ സ്കില്ലായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇവര് ലണ്ടനിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി ആണല്ലോ. ലണ്ടനിൽ സാധാരണ ഒരു വർക്കിംഗ് ക്ലാസ് ഒരു ഭാര്യക്ക് ഉണ്ടാകുന്ന വിഷമങ്ങള്, ഒരു മക്കളുടെ കാര്യത്തിലുള്ള ആകുലത, ഹസ്ബൻഡിന്റെ കാര്യത്തിലുള്ള ആകുലത, പുള്ളിക്കാരി ഒരു കിഡിങ്ങോ അങ്ങനെ എന്തൊരു വേർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇവര് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു 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 നല്ല അഭിനേത്രിയുടെ, നല്ല ഡയറക്ടറുടെ ഇത് തന്നെയാണ്. അതൊന്നും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ബോറടിക്കാത്ത ഒത്തിരി ശകലങ്ങളുള്ള ഒരു സിനിമയാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ഈ സിനിമയോട് കണക്ട് ചെയ്ത് അവസാനമായിട്ട് ചോദിക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒരു ചേംബർ ഡ്രാമ സ്വഭാവത്തിൽ പോകുന്ന ഒരു സെറ്റിങ്ങിൽ പോകുന്ന ഒരു സിനിമ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? അതോ ചേംബർ ഡ്രാമ ഇല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഫാമിലി ഡ്രാമ എന്നാണ് എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കോട്ട് ചെയ്യാൻ താല്പര്യം. ഇപ്പം നമ്മളൊരു പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടീസറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിസ്ലെഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരു പക്ക ഫാമിലി ഡ്രാമ എന്നാണ് ഞാൻ ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ. TC എന്ന കാര്യം പറയുമ്പോൾ ഒരു ത്രില്ലർ, ഒരു സബ് ലെയർ ആയിട്ട് ഒരു ത്രില്ലർ സാധനം കിടക്കാൻ അതങ്ങനെ ഒരു
കൺഫ്യൂഷൻ ഉള്ളതല്ലേ നല്ലത്. നല്ലത്. നമ്മൾക്കൊരു അതാണ് എക്സൈറ്റ്മെന്റ് കൂട്ടാൻ. എക്സൈറ്റ്മെന്റ്, അതായത് നമ്മളൊരിക്കലും ഒരു സിനിമ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കൂടെ സിനിമ പോകുന്നതാണ് അതെ. സിനിമയ്ക്ക് നല്ലതെന്നാണ്. ആ എക്സൈറ്റ്മെന്റ് നിലനിർത്താൻ അതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. എന്റെ തോന്നലാകട്ടോ. എന്താ പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ റിവീൽ ചെയ്യാത്ത 1-2 ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർ കാണുന്നത് തന്നെയാണ് അതിന്റെ, അത് തന്നെയാണ് അതിന്റെ ഒരു ശരി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. ഈ വർഷത്തെ മറ്റൊരു ഹിറ്റായിട്ട് മാറട്ടെ നാരായണീന്റെ മൂന്നാൺമക്കൾ. താങ്ക് യു സോ മച്ച്. എല്ലാ സിനിമകളും ഹിറ്റാകട്ടെ. ഹിറ്റാവട്ടെ. താങ്ക് യു.